മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ച 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3859 വോട്ടുകളുടെ അകലത്തിലാണ് BJP പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തായത്. ആഞ്ഞുപിടിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിച്ചെടുത്ത് നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാമെന്ന കണക്കുകൂട്ടലിലാണ് BJPയുടെ കരുനീക്കങ്ങൾ. ഇതിനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ആദ്യ നീക്കമാണ് പാലക്കാട് 3806 കോടി രൂപയുടെ വ്യവസായ സ്മാർട്ട് സിറ്റി. 50,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പാലക്കാടിന് നൽകുന്നതെന്ന പ്രചാരണം BJP സംസ്ഥാന നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ വികസന പദ്ധതികൾ നൽകി കേരളത്തെ പരിഗണിക്കുന്നുവെന്ന രാഷ്ട്രീയം പറയാനുള്ള അവസരം ഒരുക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും BJPയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പുകളിൽ ആർക്കോ വേണ്ടി മത്സരിക്കുന്ന സമീപനമായിരുന്നു മുൻകാലങ്ങളിൽ BJPക്ക്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സീറ്റ് പിടിച്ചെടുക്കണമെന്ന വാശിയിലാണ് കേന്ദ്ര നേതൃത്വം. അതായത് നിയമത്തെ നഷ്ടം നികത്തണം. അതുകൊണ്ട് കെ സുരേന്ദ്രനെ അടക്കം മത്സര ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. പാലക്കാട് സീറ്റിൽ മത്സരിക്കാൻ BJP ജില്ലാ കമ്മിറ്റി 3 പേരുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ വിജയിക്കാൻ വരെ അവസരമുണ്ട്. അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ മത്സരരംഗത്തിറങ്ങിയാൽ വിജയപ്രതീക്ഷയുണ്ടെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലത്തിൽ സുപരിചിതനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിനാണ് അടുത്ത സാധ്യത. അത് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കിയ ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തെ രംഗത്തിറക്കിയാൽ കെ കരുണാകരന്റെ മകൾ പത്മജയെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഒരു ഘട്ടത്തിൽ BJP നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സാഹചര്യം കൂടി വിലയിരുത്തി കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. ആലത്തൂരിൽ മത്സരിച്ച ഡോക്ടർ സരസുവിനെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സാധ്യതയേറെയാണ്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ AP അബ്ദുള്ളക്കുട്ടി, സന്ദീപ് വാര്യർ എന്നിവരിൽ ഒരാളെ പരിഗണിക്കുന്ന വിധമാണ് പാർട്ടിക്കുള്ളിലെ ആലോചനകൾ. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തീപാറുന്ന ത്രികോണ മത്സരം നടക്കുമെന്ന് BJPയുടെ ആദ്യ നീക്കത്തിലൂടെ വ്യക്തമാവുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.